ഈജിപ്തിൽ ഒരു ഫാരി വേൾഡ് ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ്. മൈ മോസ്റ്റ് ഫേവറേറ്റ് ഷർമൽ ഷേഖ്. രണ്ട് ഭൂഖണ്ഡങ്ങളിലായിട്ടാണ് ഈജിപ്ത് സ്ഥിതി ചെയ്യുന്നത്. ഈജിപ്തിന്റെ വലിയൊരു ഭാഗം ആഫ്രിക്കയിലും ചെറിയൊരു ഭാഗം ഏഷ്യയിലായിട്ടാണ് വരുന്നത്. അങ്ങനെ ഏഷ്യയിലുള്ള സാഫിർ ഷരം വാട്ടർഫോൾസ് റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. കൈറോയിൽ നിന്നും സൂയിസ് കനാൽ വഴി 7 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ഷർമൽ ഷേഖ് എത്തിയത്. ഇതാണ് ഞങ്ങളുടെ റൂം. പാക്കേജ് വഴി വന്നതുകൊണ്ട് തന്നെ റൂംസ് ഒക്കെ ഞങ്ങൾക്ക് ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു. നൈറ്റിനേക്കാളും ഡേ ടൈമിലാണ് ഈ റൂം കൂടുതൽ ഭംഗിയായിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഓയിൽ പേസ്റ്റൽ ക്രൗൺസ് കൊണ്ട് ചെയ്തതാണെന്ന് തോന്നിപ്പിക്കുന്ന പെയിന്റിംഗ്സ് ആണ് ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ മോർണിംഗ് വ്യൂ ചെറിയൊരു ഭാഗം കടൽ കാണുന്നതായിരുന്നു. നൈറ്റ് ലേറ്റ് ആയി റൂമിലെത്തുന്നത് കൊണ്ടും താനിയന്റെ ഒരുക്കൊക്കെ കഴിയുമ്പോഴേക്കും എപ്പോഴത്തെ പോലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് തന്നെയാണ്. ഷർമൽ ഷേഖിലെ റിസോർട്ട്സുകളെല്ലാം തന്നെ ലക്ഷറിയസ് ആയിട്ടുള്ള ഈ റിസോർട്ടിന്റെ ഇൻഡോറും ഔട്ട്ഡോറും ഒരേപോലെ ഭംഗിയുള്ളതാണ്. എൻട്രൻസ് ഹാളിൽ നിന്ന് താഴത്തിറങ്ങിയിട്ടാണ് നമ്മുടെ റെസ്റ്റോറന്റ് വരുന്നത്. അടിപൊളി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ റിസോർട്ട് ഒന്ന് ചുറ്റി കാണാൻ ഇറങ്ങി. ഈ റിസോർട്ടിനുള്ളിൽ തന്നെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അടുത്തതായിട്ട് വളരെ എക്സൈറ്റിങ്ങോട് കൂടിയിട്ട് ബീച്ചിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് ബീച്ച് വളരെ ഇഷ്ടമാണെന്നും അതേപോലെ പേടിയാണെന്നും അൽദാറിൽ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഷർമൽ ഷേഖ് വരുന്നത് റെഡ് സീക്ക് അടുത്താണ്. ലോകത്തിൽ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയ വാട്ടർ ഉള്ളത് റെഡ് സീലാണ്. കണ്ടതിൽ എന്റെ ഫേവറേറ്റ് കടൽ ഏതാന്ന് ചോദിച്ചാൽ ഒരു മാറ്റമില്ലാതെ ഞാൻ പറയുന്നത് റെഡ് സീ ആയിരിക്കും. കടൽ പോലെ തന്നെ ഇവിടുത്തെ പൂൾസും വളരെ വലുതാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഷർമൽ ഷേഖ് ഞാൻ സ്പെഷ്യലി റെക്കമെൻഡ് ചെയ്യാണ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ. സ്കൂബ ഡൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഷർമൽ ഷേഖ്. ഈ റിസോർട്ട് അത്രത്തോളം വലുതായതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൊന്നും പറഞ്ഞാൽ ഒതുങ്ങുന്നതല്ല ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും. അതുകൊണ്ട് തന്നെ ഷർമൽ ഷേഖിലെ തീരാത്ത വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ബൈ.